ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും എന്നാ പറയുന്നു? ഓണമൊക്കെ എവിടെ വരെ ആയി? നാളെ തിരുവോണം അല്ലേ? എല്ലാവരും ഓണത്തിന് തുടക്കമായോ? ഭക്ഷണത്തിൻ്റെ ഫെസ്റ്റിവല്, പൂക്കളത്തിൻ്റെ ഫെസ്റ്റിവല്, ഗെയിമിൻ്റെ ഫെസ്റ്റിവല്. പക്ഷേ ഇപ്രാവശ്യം കോവിഡ് ആയതുകൊണ്ട് ഒന്നും കാണിയായിരിക്കും അല്ലേ? എന്നാലും ഓണം ആഘോഷിക്കണം കേട്ടോ. നമ്മുടെ ആകെയുള്ളൊരു ദേശീയ ആഘോഷമാണ്. കോവിഡൊന്നും വകവയ്ക്കില്ല. നമ്മളെല്ലാവരും വീട്ടിൽ നിന്നുള്ളവരെല്ലാവരും കൂടെ നല്ല ഭക്ഷണം ഉണ്ടാക്കി അതൊരു നല്ല ഓർമ്മ ദിനമാക്കി മാറ്റണേ. എല്ലാവർക്കും സൂസൻസ് കുക്കിംഗ് വേൾഡിൻ്റെ വകയായിട്ട് ഓണാശംസകൾ പ്രത്യേകമായിട്ട് പറയുന്നു, അഡ്വാൻസ്. ഓക്കെ, ഇന്ന് ഞാനൊരു ഓണം സ്പെഷ്യൽ വെറൈറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ ഡിഷ് കിച്ചടിയാണ്. പക്ഷേ കിച്ചടി പല രീതിയിൽ ഉണ്ടാക്കാം. കാരറ്റ് കിച്ചടി ഉണ്ടാക്കാം, പിന്നെ മാംഗോ കിച്ചടി ഉണ്ടാക്കാം, ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാം, പിന്നെ വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാം. ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് ആപ്പിൾ കിച്ചടിയാണ്. ഈ ഗ്രീൻ ആപ്പിൾ, ഇവിടെ കുക്കിംഗ് ആപ്പിൾ കിട്ടും ഇഷ്ടം പോലെ. അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഞാനിത് പല പ്രാവശ്യം ട്രൈ ചെയ്താ കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം ആപ്പിളിന് ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട്. അപ്പം കിച്ചടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് മധുരമാണ്. അപ്പം എല്ലാവരും കിച്ചടി ഉണ്ടാക്കും അതിനകത്ത് പഞ്ചസാരക്ക് ഇടും. ഒരു പക്ഷേ നമ്മുടെ ആപ്പിൾ കിച്ചടിക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ? നമുക്ക് നമ്മുടെ റെസിപ്പി അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 ആപ്പിൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 മുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കരിയാപ്പില. ഇതിന് ആവശ്യത്തിലേറെ കരിയാപ്പില വേണം, കാരണം കടുക് പൊട്ടിക്കാനും പിന്നെ ഇട്ട് ഉപയോഗിക്കാനും. അതുകൊണ്ട് ഞാൻ കുറച്ചേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പകുതി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടി. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ കടുക്. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ യോഗോട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. കാരണം ഈ യോഗോട്ടിന് പുളി കുറവാണ്. ഇത് നല്ല തിക്ക് യോഗോട്ടാണ്. കാരണം ഇത് അരയ്ക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാണ്ട് യോഗോട്ട് ഇട്ട് അരയ്ക്കാൻ വേണ്ടിയാണ്. നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയുള്ള വെജിറ്റബിൾ ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. നമുക്കിന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങാവേ. ഞാനൊരു സ്റ്റൗ ഓണാക്കി പാൻ വെച്ചാൽ ഇനി നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇടാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുന്നു. പിന്നെ കരിയാപ്പില, ഉപ്പ്, മഞ്ഞൾ എല്ലാം കൂടി ഇടുവാണ്. ഓക്കെ, ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിരുന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരപ്പുണ്ടാക്കാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ അരപ്പ് ഞാൻ ഇതെല്ലാം മിക്സിക്കകത്താക്കിട്ടോ. തേങ്ങ, ചെറിയ ജീരകം, പിന്നെ കടുകും. അതിൻ്റെ കൂടെ ഞാനൊരു 2 ടീസ്പൂൺ യോഗോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് പകരം ഞാൻ യോഗോട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പച്ചടി തിക്കായിട്ടിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഹോട്ടലിലൊക്കെ പച്ചടി കിട്ടുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ വെള്ളം കുറച്ച് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനിത് അരച്ചുകൊണ്ട് വരാവേ. നമ്മുടെ ആപ്പിളൊന്ന് തുറന്നു നോക്കിയാലോ പതുക്കെ എവിടം വരെ ആയിരുന്നു. നമ്മുടെ ആപ്പിൾ ഏകദേശം വെന്ത് കേട്ടോ. നമുക്കൊരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്ക് നമ്മുടെ അരപ്പിടാവേ. ഞാൻ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആയ അരപ്പ് നന്നായിട്ട് അരച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ ഏകദേശം വേവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ അരപ്പിലോട്ട് മിക്സ് ചെയ്യാവേ. കുറച്ച്, കാരണം ഇതിനകത്ത് യോഗോട്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇത് തിരിഞ്ഞു പോവേ. ഇനി നമുക്കിത് തീ നിർത്താവേ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഓക്കെ, എന്നാൽ ഞാൻ കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണേ. ഏകദേശം എണ്ണ ചൂടായി. ഞാനപ്പം നമ്മുടെ തീ കുറച്ചു. എന്നിട്ട് പതുക്കെ കടുകിടാം. അതിൻ്റെ കൂടെ ഈ കരിയാപ്പില, അതിൻ്റെ കൂടെ നമുക്ക് 2 മുളക്, വത്തൽമുളക് ഇങ്ങനെ കീറിയിടാവേ.
കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഞാനങ്ങ് തീ നിർത്തുവാണേ. ഈ ഉള്ള തീയിൽ ബാക്കിയുള്ളതെല്ലാം വെന്താൽ മതി, അല്ലെങ്കിൽ അപ്പടി കടുക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് പോകും. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ പച്ചടിയിലോട്ട് ഒഴിക്കാം. നമ്മുടെ ആപ്പിൾ പച്ചടി റെഡിയായ. മാക്സിമം 15 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ വേവുകയും ചെയ്യും. നമുക്കിനി ഇതൊരു ഡിഷിലോട്ടാക്കാവേ, മാറ്റാവേ. ഇതിൻ്റെ സ്പെഷ്യൽ ഡിഷായ ആപ്പിൾ പച്ചടി റെഡിയായി കേട്ടോ. 15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. എല്ലാം നല്ല പാകത്തിനാണ്. ഉപ്പും മുളകും എരിവും മധുരം ഇടേണ്ട കാര്യമില്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആപ്പിളിന് കുറച്ച് മധുരമുണ്ട്. സാധാരണ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഒരു ശകലം ഷുഗർ എല്ലാവരും ഇടുന്നതാണ്. ഷുഗർ അല്ല ഹണി എന്തേലും ഇടുന്ന, കൽക്കണ്ടോ എന്തേലും ഇടുന്നു. കാരണം അതിനൊരു മധുരം അത്യാവശ്യമായിട്ട്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഇച്ചിരി മധുരമുള്ള ആപ്പിളാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി വേണം. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓണത്തിൻ്റെ ദിവസം പ്രത്യേകം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി. എന്ന പോലെ നമുക്കിനി അടുത്ത പ്രാവശ്യം നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.